പിന്നെ ഹിന്ദി നടി പോലും, ഹിന്ദി നടി. അവള് വിളിക്കുമ്പോ വരായിരിക്കല്ലേ ഹിന്ദി നടി. ഹിന്ദി നടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, സാറിന് എങ്ങനെ രാജേഷ് ഖന്ന എന്ന പേര് കിട്ടിയത്? ജനിച്ചപ്പോ തന്നെ എനിക്ക് രാജേഷ് ഖന്നയുടെ കട്ടായിരുന്നു. മീശ എടുത്താൽ അസൽ രാജേഷ് ഖന്ന തന്നെയാ, രാജേഷ് ഖന്ന. ആ ബാലപ്പ, താൻ ഇത് എവിടേക്കാ ഓടിപ്പടഞ്ഞു പോകുന്നത്? മറ്റേ റെഡിയായി. വടിയായോ? ആര് വടിയായെന്നല്ല, പിന്നെ സുലോചന സത്യം പറഞ്ഞില്ലേ നടിയുടെ കാര്യം, അത് റെഡിയായി. ഹിന്ദി നടിയാ. മനീഷ കൊഴിയാളയോ അതോ കരിമീന കപൂറോ? ചാളയാണോ കരിമീനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും നടി റെഡിയാണ്. തനിക്കെന്താടോ ഒരു വെപ്രാളം പോലെ? നമ്മുടെ ആശാ വിവരം അറിഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് പോയി പറഞ്ഞിട്ട് വരേ. ഓക്കെ സാറേ വാ നമുക്ക് പോവാം. എങ്ങോട്ടാ? ഞാൻ ഇതുവരെ ഹിന്ദി നടികളെ കണ്ടിട്ടില്ല. കാണാനൊന്നുമില്ല, അവര് നമ്മളെ പോലെ സ്ത്രീകൾ തന്നെയാ. വാ നടക്ക്. നടിമാരൊക്കെ കാണാൻ നടക്കുന്നു. അങ്ങോട്ട് കയറി പെട്ടെന്ന്. വണ്ടി വിടരോ. ഇത്തവണത്തെ ഓണാഘോഷം അടിപൊളിയായിരിക്കും. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം കോമൾ റെഡ്ഡിയാണ് ഉദ്ഘാടനം. കോമളം ചെട്ടി അല്ല, കോമൾ റെഡ്ഡി. അങ്ങനെ ഒരു നടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. ഞാനും കേട്ടിട്ടില്ല. അമിതാഭ് ബച്ചന്റെ പുതിയ പടത്തിലെ കോമൾ റെഡ്ഡിയ നായിക. 2-3 ആൽബത്തിലെ അഭിനയമൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. കല്യാണ ആൽബത്തിലോ? സോങ്ങേ, പാട്ട്. ഏതായാലും സുലുമിടിക്കുക. മിടുക്കിയൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ ഈ ഓണത്തിന്റെ പിന്നിലെ ചരടുവലി നടത്തുന്നത് നമ്മളായി. ചരടുവലി അല്ലെന്ന്, അതൊരു മത്സര ഇനമാണ്. വടംവലി. വടംവലി അതല്ലടാ പോത്തെ. പിന്നെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് നമ്മളുടെ ആണുങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമാക്കണം. പെണ്ണുങ്ങൾ ഒരൊറ്റ എണ്ണത്തിനെ അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ അനുവദിക്കരുത്. അനുവദിക്കില്ല. അതെ, കോമൾ റെഡ്ഡി ഉദ്ഘാടനത്തിന് 10 ദിവസം മുമ്പ് കോളനിയിൽ താമസിച്ചെന്നറിഞ്ഞ പൂവാലന്മാരളവും. അതെല്ലാം ഞാൻ ഈ ലാത്തി വെച്ച് അടിച്ചമർത്തും. പിന്നെ ഹിന്ദി നടിയെ കൊണ്ടുവന്നതിന്റെ പേരില് അവള് ആ സുലോചനെ ചിലപ്പോ നെകളിക്കും. വകവെച്ചു കൊടുക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. ഓണാഘോഷത്തിന്റെ മുഴുവൻ ചുമതലയും അന്നാമ്മച്ചേട്ടത്തിക്കായിരിക്കും. അന്നാമ്മച്ചേട്ടത്തി പറയുന്നത് കേട്ടാ മതി. കേട്ടോ ഇൻസ്പെക്ടറെ? ആ പെണ്ണ് എന്നതാ അവളുടെ പേര്? കോമൾ റെഡ്ഡി. കോമള റെഡ്ഡി. അവള് വന്ന വനിതാ ക്ലബിന്റെ VIP റൂമിൽ താമസിച്ചോട്ടെ. പിന്നെ 2 വനിതാ പോലീസിനെ ഡ്യൂട്ടിക്ക് ഇടുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ഇന്ന് മുതൽ ഞാൻ ഇവരെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ട് കഴിഞ്ഞു. സാറേ, ഈ കോമള റെഡ്ഡി മലയാളിയാണോ? തനി മലയാളി. ആദ്യമായിട്ടൊരു ഹിന്ദി പടത്തിൽ അഭിനയിച്ചപ്പോ പേര് മാറ്റി കോമൾ റെഡ്ഡി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവള് കോമള ചെട്ടിയാണെന്ന്. എന്തായാലും ഈ കോമള റെഡ്ഡി ഒന്ന് കണ്ടിട്ട് റെഡ്ഡി മലയാളത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. ഇവരും മലയാളിയൊക്കെ തന്നെയാ. എന്നാലും എടി പിടിയും നീ റെഡ്ഡിയും കുട്ടിയെ ഒന്നും വിളിക്കണ്ടായിരുന്നു. എന്റെ കസ്റ്റഡിയിലും ഉണ്ടായിരുന്നു ചില നടികള്. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം, പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ആയിന്ന്. എന്തായാലും വിളിച്ചു പോയില്ലേ, ഇനി ഇതങ്ങ് നടക്കട്ടെ. പിന്നൊരു കാര്യം സുലോചനയുടെ അറിവിന് വേണ്ടി പറയുക. എന്താ? ഞാനാണ് ഇനിയിപ്പൊ ഈ വനിതാ ക്ലബിന്റെ ചീഫ്. എന്ത് കാര്യവും എന്നോട് ആലോചിക്കാതെയും ചർച്ച ചെയ്യാതെയും ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? नमस्कार नमस्कार कोमल जी, नमस्कार. मेरा नाम अन्नम्मा. The വനിതാ സമാജ് all in all है. സുലോചന കാര്യങ്ങളൊക്കെ പറഞ്ഞു. മലയാളിയാണോ? ഹായ് കോമൽ, വരൂ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഞാനിവിടുത്തെ SI. ഇന്ന് മുതൽ നിങ്ങളുടെ സംരക്ഷണം എനിക്കായിരിക്കും. ഈ 2 വനിതാ പോലീസുമാരാ നിങ്ങളുടെ സെക്യൂരിറ്റി. ഓക്കെ? ഹലോ, ഇത് പൊന്നു, ഇത് ഉഷ, ഹലോ, ഇത് ശോശാമ്മ, ഹായ്. ഇവരൊക്കെ ഗാർഡ്സ് ആണ് കേട്ടോ. എനിക്കും തോന്നുന്നില്ല ഇവളൊരു ഹിന്ദി നടിയാണ്. ഹിന്ദി നടിമാർ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ആ സുലോചന ശരിക്കും നമ്മളെ പറ്റിച്ചതാ.
പക്ഷേ അമിതാഭ് ബച്ചനോടൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് സ്റ്റില് നമ്മൾ ഓ കണ്ടതല്ലേ? പടങ്ങളൊക്കെ കമ്പ്യൂട്ടർ വഴി ഒപ്പിച്ചെടുത്തതായിരിക്കുന്നേ. പടം റിലീസ് ചെയ്താ പിന്നെ ഇതുപോലൊന്നും വന്നു നിൽക്കാൻ നേരം ഉണ്ടാവില്ലെന്നൊക്കെയാ അവള് പറയുന്നത്. പിടിച്ചാ കിട്ടില്ലത്രേ. ചുമ്മാ കള്ളത്തരം. എന്തായാലും നോക്കല്ലേ. പിന്നെ ചേച്ചി, ഈ കാര്യങ്ങളൊന്നും മറ്റാരോടും പറയണ്ട. സുലോചന എങ്ങാനും അറിഞ്ഞാ. ഏയ് ഞാൻ പറയില്ല. ആ ഞാൻ അങ്ങ് ഇത്തിരി വൈകിപ്പോയി. ഓണമായിട്ട് റോഡിലൊക്കെ എന്തൊരു തിരക്കാ. എല്ലാം റെഡിയായില്ലേ? എന്നാ പിന്നെ തുടങ്ങാം. സ്ക്രിപ്റ്റ് എവിടെ? SI സാറാണ് അമ്മ. ഉഷ അഞ്ചത്തി. പതിനാല് വർഷത്തെ മണൽവാസത്തിന് ശേഷം ഗൾഫിൽ നിന്നും മകൻ വരികയാണ്. മകൻ ബാലപ്പൻ. ഓക്കെ, എല്ലാരും ഡയലോഗൊക്കെ കാണാതെ വിളിച്ചിട്ടുണ്ടല്ലോ. തുടങ്ങാം. മ്യൂസിക്. ആ, ഗൾഫിൽ നിന്നും മകൻ പ്രവേശിക്കുന്നു. ഞാനാണാ? വാ, കേറി വാ. വരുന്നു, ഒരു മിനിറ്റ്. വാ ബാലപ്പ. വീട് കണ്ടു, നടക്ക്. അയ്യോ, അത് ചാരില്ല, കട്ടനാ. ആ, തുണപ്പിടി. കെട്ടിപ്പിടിച്ച് തല അറിഞ്ഞ് മുമ്പോട്ട് കിടക്ക്. മുമ്പോട്ട് പോ. അമ്മ വാ. കണ്ടു കെട്ടിപ്പിടി. ഡയലോഗ് പറ. ആ, മോനെ, നിന്റെ വരവും പ്രതീക്ഷിച്ച് അമ്മയും നേർമകളും കണ്ണിലെണ്ണ ഒഴിച്ച് അമ്മയും മകളും അല്ല, അമ്മയും പെങ്ങളും. നേർപ്പെങ്ങളും കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നടാ. കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നടാ. കണ്ണി കണ്ട എണ്ണ എല്ലായിടത്തും കണ്ണിലൊഴിക്കല്ലെന്ന് അമ്മയെടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അമ്മേ? ഇത്രയും കാലം ഇത്രയും കാലം നീ എവിടെയായിരുന്നു മകനെ? നീ എവിടെയായിരുന്നടാ? അയ്യേ, ഇത് എന്തുവേ കാണിക്കുന്നത്? എന്തുവാ ഇത്? കുറച്ചുകൂടെ കുറെ നാളിന് ശേഷം മകനെ വികാരം ഇങ്ങോട്ട് വരട്ടെ. ഇത് പിടി, ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണം കേട്ടോ. നോക്കി നിൽക്കരുത്, എന്നെ നോക്ക്. ഇത്രയും കാലം നീ എവിടെയായിരുന്നു മകനെ? കുറച്ചുകൂടി വികാരം പരിചയമായിട്ട് ഇത്രയും കാലം നീ ഇവിടെ കാണിച്ചാ മതി കേട്ടോ. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഏതാണ്ടൊക്കെ എന്റെ ഒരു കാര്യം. ഇത്രയും കാലം നീ എവിടെയായിരുന്നടാ മോനെ? അമ്മേ, ഉയർന്ന നിലയിൽ ജോലി നോക്കുന്ന ഒരു ഭയങ്കരനായിരുന്നു അമ്മേ ഞാൻ. ഭയങ്കരൻ. കുറച്ചും കൂടി നിഷ്കളങ്കത വേണം. ഈ എടുത്തടിച്ച പോലെ അങ്ങ് പറയാതെ. ഒരുപാട് ഉയർന്ന നിലയിൽ ജോലി നോക്കുന്ന ഒരു ഭയങ്കരനായിരുന്നു അമ്മേ ഞാൻ. ഭയങ്കരൻ. ഏട്ടാ, ഉയർന്ന നിലയിൽ എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിടത്തിന് തട്ടടിക്കലാണോ ഏട്ടന്റെ ജോലി? അമ്മേ, അതല്ല കുട്ടി. ഉയർന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പൊസിഷൻ, ലാർജ് സ്കെയിൽ സഹോദരി, ലാർജ് സ്കെയിൽ. പറഞ്ഞോളൂ. ബാക്കി ഡയലോഗ് പറ. റോമിറ്റേ, ഇനി എനിക്കൊരു സത്യം അറിയണം. ഇനി എനിക്കൊരു സത്യം അറിയണം. എന്റെ അച്ഛൻ ആര്? ഞാൻ എങ്ങനെ വളർന്നമ്മേ? മോനെ, നിന്നെ ഞാൻ ഉപ്പും ചോറും തന്ന് പോറ്റിയാടാ വളർത്തിയത്. ഓഹോ, അത് ശരി. പോറ്റിയാണല്ലേ എന്റെ അച്ഛൻ. എന്റെ പോറ്റച്ഛൻ എവിടെ അമ്മേ? എന്റെ പോറ്റച്ഛൻ എവിടെ? അത് പറയാതെ നിങ്ങളെ ഞാൻ അമ്മയെന്ന് വിളിക്കില്ലമ്മേ. അമ്മയെന്ന് വിളിക്കില്ല. നിന്റെ അച്ഛൻ ഈ തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ടടാ. ഓഹോ, ഈ തൂണിലുണ്ടോന്ന് ഞാനത് നോക്കട്ടെ. പോറ്റിയച്ച, എന്റെ പോറ്റിയച്ച. അമ്മേ, ഒരു സത്യം എനിക്ക് മനസ്സിലായി.
എന്റെ അച്ഛൻ വെറും ഒരു ആക്രി കച്ചവടക്കാരനായിരുന്നല്ലേ? ആക്രി കച്ചവടക്കാരൻ. ഏത് അച്ഛനാണ് എന്റെ കഥ വന്ന് മുട്ടുന്നത്? അമ്മയ്ക്കറിയില്ല മോനെ, അമ്മയ്ക്കറിയില്ല. നിങ്ങൾ ഈ നാടകത്തിനകത്തുള്ള ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. മേഡം, ഞാൻ ഇയാളെ പറഞ്ഞ ഒരു കൗണ്ടർ ഇട്ടാ. അങ്ങനെയൊന്നും കൗണ്ടർ ഇടണ്ട. കൊഴിപ്പിക്കല്ലേ. ഇയാളെന്തിനാ നമ്മളൊരു കൊഴിപ്പിക്കാൻ വേഷം കൊടുത്തതും പോലെ പിന്നെ. ദേ നോക്ക്, അവിടെ പോയി കൈയൊക്കെ ഇങ്ങനെ തട്ടി ഒക്കത്തില്ല, തലയിട്ട് ഇങ്ങനെ അറിയണം. ദേ നോക്ക്, ഞാൻ പോയി നോക്കട്ടെ ആരാ തട്ടിയത്. അതെ, ഞാനൊരു കാര്യം പറയാം ബാലപ്പ. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നാടകം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു തരണം, മനസ്സിലായോ? ഇതിപ്പോ ഓടി അങ്ങോട്ട് ചെന്നിട്ട് അച്ഛ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാനിപ്പോ കാണിച്ചു തരാം, നോക്കിക്കോളേ. പോറ്റി അച്ഛാ. ഞാൻ പറഞ്ഞാണ് വേണ്ടത്. പറഞ്ഞല്ലേ വേണ്ട വേണ്ടെന്ന്. ആരാ? അയ്യോ, എന്നെ മനസ്സിലായില്ലയോ? ഇത് ഞാനാണ്. ഏത് ഞാൻ? രവിചന്ദ്രൻ AKCP. ഈശോ, എനിക്ക് മനസ്സിലായില്ല. തലയിൽ ഇതെന്നതാ? നാടകത്തിലെ എനിക്കൊരു ചെറുപ്പക്കാരന്റെ വേഷമാ പറഞ്ഞിരിക്കുന്നത്. റിഹേഴ്സൽ തുടങ്ങിയോ? പിന്നെ എപ്പോഴേ തുടങ്ങി. നേതാവ് വന്നാട്ടെ. അതെ, എന്നേ? അത് പിന്നെ ആ കോമള റെഡ്ഡി, ഹിന്ദി നടി, അവരിവിടെ ഇല്ലയോ? എന്നാത്തിനാ? അല്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ. അവര് എന്റെ വീട്ടിലാ. നാളെ തൊട്ട് ഇവിടെ തന്നെ കാണും. വനിതാ ക്ലബിന്റെ ഗസ്റ്റ് റൂമില്. ഓഹോ, എന്നാ പിന്നെ ഞാൻ നാളെ വരാം. റിഹേഴ്സലിന്റെ കാര്യം? ഏത് റിഹേഴ്സല്? ഓ, റിഹേഴ്സൽ. വാ, വാ. എഴുതേര്, ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവച്ച് തൂണിലിടിക്കല്ലേ. അല്ല, ഇതാരാ ഈ പുതിയ നടൻ? അയ്യോ, ഇത് പുതിയതൊന്നും അല്ല, ആളല്പം പഴയത് തന്നെയാ. അയ്യോ, ഇത് ആശാൻ. ആഹാ, ഈ മുടിയൊക്കെ ഇതപ്പോ കിളിച്ച് കിളിച്ചതൊന്നുമല്ല, കിളിപ്പിച്ചെടുത്തതാ. നേതാവേ, റിഹേഴ്സൽ അറ്റൻഡ് ചെയ്യാൻ വന്നൊന്നുമല്ല. ബാ, നമുക്ക് റിഹേഴ്സൽ നീങ്ങി വന്നേ. എന്ത് കാര്യം പറ. എന്ത്? അത് പിന്നെ ആ കോമള റെഡ്ഡിയെ കണ്ടായിരുന്നോ? ഇല്ല, അവരേതോ ഹോട്ടലിലാണ് താമസം എന്ന് പറയുന്നത്. ഓടുന്നു, അവർ അന്നാമ്മച്ചേട്ടത്തിന്റെ വീട്ടിലുണ്ട്. ചുമ്മാ കള്ളം പറയുന്നത്. അല്ല, അവര് പറഞ്ഞ. ശരി ശരി, റിഹേഴ്സൽ തുടങ്ങാം. നേതാവേ, ആ തൊപ്പിയൊന്നും ഒരു മാറ്റിക്കേ. അത് ഒരു മാറ്റ്. രവിചന്ദ്രൻ നേതാവാണ് മോനിക്കുട്ടന്റെ അച്ഛൻ. എന്ത്? മോനിക്കുട്ടന്റെ അച്ഛൻ വരൂ. അത് പറ്റത്തില്ല, എനിക്ക് ചെറുപ്പക്കാരന്റെ വേഷം തന്നെ. ഇവൻ വേണമെങ്കിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. അതൊന്നും പറ്റത്തില്ല, നിങ്ങളാണ് ഇപ്പൊ കറക്റ്റ് അച്ഛൻ. എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് തലമുടിയിൽ നരയടിച്ച് കിളവനായിട്ട് അഭിനയിക്കാൻ പറ്റത്തില്ല. പിന്നെ ചെറുപ്പക്കാരനായി ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കണോ? എന്നാ പിന്നെ നിങ്ങളെ നാടകം കളിച്ചാൽ ഞാൻ അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ? ഇതേ ഓണത്തിന് തട്ടേ കയറേണ്ടതാ. നിങ്ങളൊക്കെ ഇങ്ങനെ തർക്കിച്ച് നിന്നാ പറ്റിയല്ല. അതല്ല, നമ്മുടെ അടുത്ത് തട്ടി കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇറങ്ങിപ്പോടെ ഇവിടുന്ന്, അല്ലെങ്കിൽ അഭിനയിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നല്ല ചെത്ത അച്ഛനായിട്ടേ അഭിനയിക്കത്തുള്ളൂ. എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് അഭിനയിച്ചാ മതി. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ഒരു ഡയലോഗും പഠിക്കത്തില്ല, വന്ന് നിന്ന് ചുമ്മാ ഞണ ഗുണാന്ന് പറഞ്ഞിട്ട്. ബാലപ്പണ്ണ, നിങ്ങൾ ആ ഹിന്ദി നടി കോമള റെഡ്ഡിയെ കണ്ടു? ഇന്നലെ ഒരു തമാശ നടന്ന് നമ്മുടെ രവിചന്ദ്രൻ നേതാവ് ചെത്ത് സ്റ്റൈലിൽ ഇന്നലെ വിഗൊക്കെ വെച്ച് നമ്മുടെ വനിതാ ക്ലബ്ബിൽ വന്നിരുന്നു. എന്തിന്? കോമൾ റെഡ്ഡിയെ കാണാൻ. വൃത്തിയേട്ടവൻ. എന്ത് വൃത്തിയേട്? വിഗ് വെച്ചോണ്ട് വന്നെങ്കിൽ ആ വൃത്തിയേട് മറയ്ക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും. എന്താടേ, കഷന്റെ എത്ര വൃത്തിയേടാണ്? അണ്ണാ, തുറന്നു പറയാലോ, കഷണ്ടി ഒരു വൃത്തിയേട് തന്നെയാ. വിശേഷിച്ചും കോമള റെഡ്ഡിയെ പോലെ ഒരു ആർട്ടിസ്റ്റിന് മുമ്പിൽ ചെല്ലുമ്പോ വിഗ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് വേണ്ട ചെല്ലാൻ. ആണാ? പിന്നെ ബാലപ്പൻ ചേട്ടൻ ആ നടിയെ കണ്ടിട്ടില്ല? അവരെ കാണാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ മെഴുമെഴാന്നുള്ള തലയും വെച്ചോണ്ട് പോരുത്. കുറഞ്ഞ പക്ഷം ഒരു തൊപ്പിയെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോവാൻ, അല്ലെങ്കിലേ ആ നടി മൈൻഡ് ചെയ്യല. ഹലോ, ഐ ആം തങ്കപ്പൻ. ഇന്നലെ എത്തിയല്ലേ? സത്യത്തിൽ കോമളം മലയാളിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അച്ഛൻ റെഡിയാണല്ലേ? അല്ല, റെഡിയാണല്ലേ? അച്ഛൻ കോദണ്ഡ രാമ റെഡ്ഡി, അമ്മ മലയാളിയാ.
ഓ അങ്ങനെ വരട്ടെ. ഞാൻ കോമളവല്ലിയുടെ ഒരു ഫാനാണ്. നിങ്ങൾ അഭിനയിച്ച ഒരു 8-10 പടമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഞാൻ അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ, ആകെ ഒരു പടം. അതെ, ആ ഒരു പടം ഞാൻ 8-10 തവണ കണ്ടിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച പടം ഈ ഡിസംബറിൽ റിലീസ് ചെയ്യുള്ളൂ. കുട്ടി, ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെയും ഒരു ഹീറോ ആക്കും. ശ്ശോ. ഈ കുറിഞ്ഞാസിന്റെ വില എത്രയെന്നറിയോ? 2000 രൂപ. ആഹാ. മിസ്റ്റർ തങ്കപ്പൻ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? മിസ്റ്റർ രാജേഷ് ഖന്ന, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? കോമൽ റെഡ്ഡിയുടെ സെക്യൂരിറ്റി ചുമതല എനിക്കാണ്. നല്ല സെക്യൂരിറ്റി. നിങ്ങൾ പോയിട്ട് ആ കൊച്ചു പിള്ളേർക്ക് നൃത്തത്തിന്റെ വില ചോടും പറഞ്ഞോളൂ. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഇങ്ങോട്ട് പറയുന്നത് ഇത് വലിയ ശല്യമല്ലോ കോമളം. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. പോത്ത് പോത്തോ? കുട്ടി അകത്ത് പോകാൻ. പോകല്ലേ, ഞാൻ സംസാരിച്ച കാര്യം. കൂളിംഗ് ഗ്ലാസും വെച്ച് കുട്ടിയോട് പോയിട്ട് നടികളെ വശീകരിക്കാൻ ഇറങ്ങിയിരിക്കാണല്ലേ? ഭക്ഷണൻ പറഞ്ഞു കൊടുക്കും ഞാൻ. ഗ്ലാസ് വരടോ, പോടോ, പോകാൻ. ഇയാളെ ഇവിടുത്തെ പോലീസുകാരൻ തലയിരിക്കുമ്പോ ബാലാടുന്നു. മൊത്തം പേടിച്ചു പോയി. കോമൽ, ആ പൊന്നമ്മേ, തങ്കപ്പൻ വീട്ടിലില്ലേ? ക്യാമ്പിലാണ്. എന്താ സർ? നമ്മൾ പെണ്ണുങ്ങള് പാവങ്ങളെ പൊന്നമ്മേ, പച്ച പാവങ്ങള്. അല്ല, എന്താ കാര്യമെന്ന് പറയൂ. ഞാനീ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി, ചോദിക്കാൻ നിൽക്കണ്ട. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് സത്യത്തിനെതിരെ എനിക്ക് മുഖത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയാ, തങ്കപ്പന്റെ പോകത്ര ശരിയല്ല. മനസ്സിലായില്ല. ആ മലയാളം സംസാരിക്കുന്ന ഹിന്ദി നടിയില്ലേ, അവളുമായിട്ട് തങ്കപ്പൻ ഒരിതുണ്ട്. ഏതുണ്ട്? ഒരിതേ. ഒന്ന് പറ സാറേ. പോവിടുന്ന്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് വെച്ചാ ഇതെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇല്ല. കഷ്ടം തന്നെ. തങ്കപ്പനോട് ആ നടിക്ക് കലശലായ ഇതാണെന്ന്, സോറി, കലശലായ പ്രേമമാണെന്ന്. പ്രേമം, ലവ്, ദിൽ, ഖുഷി. ദിൽ ഹേ कि मानता नहीं, दिल दीवाना, दिल सजना है, माने ना मैं सजना है, तुम प्यार से समझे ना. മനസ്സിലായോ? ഇങ്ങനെ പോയ തങ്കപ്പൻ ഒരു ലവ് സ്റ്റോറി ഉണ്ടാക്കും. ഇതാണോ കാര്യം? ഞാൻ കരുതി തങ്കപ്പേട്ടനവരെ കല്യാണം കഴിച്ച് കോളനി വിട്ടു കാണുമെന്ന്. ഇതാണ് കുഴപ്പം. എനിക്ക് കിട്ടിയ ഇന്റലിജൻസിന്റെ സൂചന അനുസരിച്ച് ഞാനൊരു ഹിന്റ് തന്നപ്പോ പൊന്നമ്മയ്ക്ക് മൈൻഡ് ഇല്ല. ഏതായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ, ക്യാമ്പിലേക്ക് വരണം. വണ്ടി എടുക്കട്ടെ. ഹലോ, മിസ് കോമള റെഡ്ഡി അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഒരു ഹിന്ദി താരത്തെ തിരിച്ചറിയാനുള്ള സെല്ലിലോഡ് എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ട്. ഹലോ ചേട്ടാ. ഓ, മൈ നെയിം ഈസ് ശിവ. ഇരിക്ക്. കോമള റെഡ്ഡി തെന്നിന്ത്യയിൽ അത്ര സുപരിചിതയല്ലെങ്കിലും എന്നെ പോലുള്ള യുവഹൃദയങ്ങളെ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇയാൾ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. നോ 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 നോ, അങ്ങനെയൊന്നും പരിചയപ്പെടാൻ സാധ്യതയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോളനിയിൽ വളരെ യങ്ങായും ചാമിങ് ആയും അടിപൊളിയുമായിട്ടുള്ള ഒരൊറ്റയാളെ കാണത്തുള്ളൂ. അത് ഞാൻ തന്നെയാണ്. ഈ കോളനിയിൽ ഇന്ന് വെളുപ്പിനാണ് ഞാൻ ലോഞ്ച് ചെയ്തത്. ബൈ ദ ബൈ, അമ്മച്ചിയുടെ പേരെന്തുവാ? അമ്മച്ചിയോ? അതെ, നിങ്ങളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരൂ കോമൽ, നമുക്ക് പോകാം. ഒരതിഥി വന്നാൽ ഇങ്ങനെ അങ്ങ് പോയാൽ കൊള്ളാവോ? ജവഹർ കോളനിയിലെ ഈ വർഷത്തെ ഓണാഘോഷം ഏതുവരെയായി?